ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട്. ഇന്ന് അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. പോകുന്ന സ്ഥലം ഓഫ് റോഡ് ആയതുകൊണ്ട് ജീപ്പിലാണ് യാത്ര. യാത്രയുടെ വീഡിയോ ഫുള്ളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. രാമക്കൽമേട്ടിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് കാണണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാൻ കയറിയ ജീപ്പിനകത്ത് ഈ ഫ്രണ്ട് ഗ്ലാസ് അത് പകുതി തുറന്നു വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. രാമക്കൽമേട് കേട്ടിട്ടുണ്ട്, അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് യാത്ര ഷൂട്ട് ചെയ്തത്. ഓഫ് റോഡ് ആയതുകൊണ്ട് ജീപ്പിലാണ് യാത്ര. നല്ല വേഗതയുണ്ട്. നല്ല കട്ടറാണ്, കാരണം ഓഫ് റോഡ് ആയിട്ട് ഫുള്ള് കട്ടറാണ്. ഒരു മര്യാദയില്ലാത്തൊരു യാത്ര വേണമെന്ന് പറയാം. കാരണം ജീപ്പ് അമിത വേഗതയിൽ പോവും, തിരിച്ചു വരും. കാരണം അവർക്ക് ട്രിപ്പ് അനുസരിച്ചാണ് പൈസ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റോഡ് എന്ത് മോശമാണെന്ന്. ഈ റോഡിലൂടെയാണ് നല്ല വേഗതയിൽ പോകുന്നത്. രാമക്കൽമേട് കാണാനായിട്ട് ചെന്നപ്പം താമസിച്ചു പോയി. അന്നേരം പെട്ടെന്ന് അവിടെ എത്തിക്കാനായിരിക്കാം ഈ ഡ്രൈവർ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. സമയം താമസിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇരുട്ടാവും. പക്ഷേ യാത്ര ഇങ്ങനെ നമുക്ക് ആദ്യമൊക്കെ ചെല്ലുന്നവർക്ക് ചെറിയൊരു പേടിയൊക്കെ കാണും. കാരണം ജീപ്പല്ലേ, ഒന്ന് നല്ലോണം വിട്ടിച്ച് കഴിഞ്ഞാൽ എടുത്ത് തൂക്കിയിടിക്കുന്ന വാഹനമാണ്. ഒരു സാഹസിക യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു ചെങ്കുത്തായ തേരിയാണിത്. പോകുന്ന വഴിക്കുള്ള റോഡ് വളരെ മോശമാണ്, ഭയങ്കര കട്ടറാണ്. അതുപോലെ തന്നെ വണ്ടിക്കകത്തിട്ട് കുലുക്കമാണ്, ഫുള്ള് കുലുക്കമാണ്. യാത്രക്കാരൊക്കെ വളരെ ദുരന്താവസ്ഥയിലാണ്. രാമക്കലിൽ കാണാനുള്ളൊരു ത്രില്ലാണ് വാഹനത്തിലുള്ള യാത്രക്കാർ. ചിലർക്കൊക്കെ പേടിയുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു യാത്രയാണിത്.
ഈ ട്രാവൽ യാത്ര ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വെട്ട് റോഡായതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ്, വണ്ടിക്കകത്ത് മൊത്തം പൊടി അടിച്ച് ഇറക്കുവാണ്. പോകുന്ന റോഡ് എന്തുമാത്രം ഡേഞ്ചറാണെന്ന് യാത്രയിൽ കാണാൻ പറ്റും. വണ്ടി പാറയ്ക്കകത്തൂടെ കയറി പോകും. വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം വണ്ടി കയറുന്നത് പാറയ്ക്കകത്തൂടാണ്. ഇനിയിപ്പം നല്ല ഡേഞ്ചർ ഏരിയ ആണ്. യാത്രക്കാർക്ക് നല്ലൊരു ട്രക്കിംഗ് അനുഭവമാണ് അത്, സാഹസിക അനുഭവം തന്നെയാണ്. വണ്ടി പാറയ്ക്കകത്തൂടാണ് കയറി പോകുന്നത്. ഇപ്പോൾ നല്ല പാറയാണ്. മഴയില്ലാത്തതുകൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ തെറ്റി താഴെ കുഴി പോയതന്നെ വണ്ടി. ആൾക്കാരൊക്കെ വണ്ടിയുടെ കുറുക്കും കാരണം വിളിച്ചു പോകുന്ന ശബ്ദങ്ങൾ ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. ഓഫ് റോഡല്ലേ? ശരിക്കും നല്ലൊരു സാഹസിക യാത്രയാണ്. ഈ വണ്ടി നല്ലൊരു പാറയുടെ മണ്ടയിലോട്ടൊക്കെ പോകുന്നത്. 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ബാലൻസുള്ള ഡ്രൈവറായിട്ട് കുഴപ്പമില്ല. അയാളത് നല്ലോണം കൈകാര്യം ചെയ്യുന്നുണ്ട് വണ്ടി. പിന്നെ ഇരിക്കുന്ന യാത്രക്കാർക്കൊക്കെ പേടി കാണും, കാരണം അവരാദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതാണ് വ്യൂ പോയിന്റ്. ഗുഹയ്ക്കകത്ത് കയറാനുള്ളതാ. വ്യൂ പോയിന്റിലെ നേരത്തെ കാണണ്ടേ? ഗുഹയ്ക്കകത്ത് കിട്ടിയാലും കുഴപ്പമില്ല, ലൈറ്റൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കാണിച്ചിട്ടേ കൊണ്ടുപോകണം, നിങ്ങൾ പേടിക്കണം.
ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാനുള്ളൊരു യാത്രയാണ് ഇനി. ഫുള്ള് പൊടിയാണ്, കാരണം വെറ്റ് റോഡായിട്ട് ഫുള്ള് പൊടി. വണ്ടിക്കകത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് മൊബൈലിനകത്ത് മൊത്തം പൊടി കയറും. റോഡിൻ്റെ അവസ്ഥ നേരിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പോകാൻ പറ്റുമെങ്കിൽ യാത്ര പോകുന്നത് നല്ലതാണ്, ഒരു സാഹസിക യാത്രയാണ്. ഇച്ചിരി നടക്കാനുണ്ട് താഴത്തേക്ക്. ഇനി അങ്ങോട്ട് ജീപ്പ് പോകത്തില്ല, നടന്നു പോയേ പറ്റത്തുള്ളൂ. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ദൂരം. പോകുന്ന വഴിക്കൊക്കെ നല്ല മനോഹരമായ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചുറ്റും. കുറച്ചു നേരത്തെ എത്തണമായിരുന്നെന്ന് ഒരാഗ്രഹം തോന്നി, കാരണം ഞങ്ങൾ ഒരുപാട് താമസിച്ചു പോയി. അതിൻ്റെതായ ഒരു ഭംഗിയെ കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായി. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്, കാരണം കുറച്ച് നേരം നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റാതായിപ്പോയി. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. നടന്നു പോകുന്ന വഴികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ്, കാരണം രാമക്കൽമേട്ട് എന്താണെന്നും ഈ പോകുന്ന വഴിയൊക്കെ ആൾക്കാർ കാണാനൊരു ആഗ്രഹം കാണും പോകാത്തവർക്ക്. അതൊക്കെ ഇത് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ ചുറ്റിലുമുള്ള പ്രകൃതി ഭംഗി നല്ല രസമാണ്. നല്ല മലമുകൾ, നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇതെല്ലാം കാണാനായിട്ട്. കാറ്റാടിപ്പാടങ്ങളും കുറച്ചു നേരം ഇവിടെ നിന്ന് ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഒരു നല്ലൊരു അനുഭവം തന്നെയാണിത്.
രാമക്കൽമേടിലെ വ്യൂ പോയിൻ്റാണ് താഴെ കാണുന്ന മനോഹരമായ വ്യൂ പോയിൻ്റ്. കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും പാറപ്പുറത്തൊക്കെ കയറി മുകൾ ഭാഗത്തിരിപ്പുണ്ട്. നല്ല കാഴ്ചകളെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കുവാണ്. രാമക്കൽമേട്ടിലെ വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ടുള്ള യാത്രയിലാണ് ഈ ആൾക്കൂട്ടം കാണുന്നത്. ഇവിടെ യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സ്ഥലമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. ഇതൊരു അഗാധമായ കൊക്കയാണ്. ഈ വ്യൂ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര കൊക്കയാണ്. ഇവിടെ യാതൊരു സുരക്ഷിതത്വമില്ല, ഒരു വേലിയോ ഒന്നുമില്ല. കാരണം ഈ ആൾക്കൂട്ടം ഇവിടെ ഒരു തിങ്ങി നിൽക്കുവാണ്. ഈ വരുന്ന ആൾക്കാർക്കെല്ലാം എത്രയും പെട്ടെന്ന് ഇവിടെ എന്താണ്, ഈ താഴെ എന്താണെന്ന് കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ഈ നിൽക്കുന്ന ആരുടെ ദേഹത്താണോ ഒന്ന് തള്ളുകയോ അല്ലെങ്കിൽ ഒന്ന് കയ്യോ കാലോ ഒന്ന് മുട്ടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താഴെ കൊക്കയിൽ പോകുന്ന ആളിനെ പൊടി പോലും കിട്ടത്തില്ല. യാതൊരു സുരക്ഷിതത്വമില്ല. ഒരു കമ്പിവേലി പോയിട്ട് ഇവിടെ ഒരു ഗൈഡോ അങ്ങനെ ഒരാളും ഈ വാച്ചറോ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഒരു കമ്പിവേലിയോ ഒന്നുമില്ല. യാതൊരു സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലം. ഒരു ആൾക്കൂട്ടം, എപ്പോഴായാലും ഒരു ആൾക്കൂട്ടം ഒരുമിച്ച് തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സ്ഥലം. കാരണം ഒരാൾ കൈ വെച്ച് തള്ളുക ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ പോയി. യാതൊരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലം. പക്ഷേ കാണാൻ മനോഹരമാണ്. ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇവിടെ ഒരു സുരക്ഷിതത്വം കൂടെ ഒരുക്കി കഴിഞ്ഞാൽ കൊള്ളാം. കാരണം ഒരു വേലിയോ അങ്ങനെ എന്തെങ്കിലും, കാരണം ഒരാളൊന്ന് കാലിൽ വീഴ്ത്തി വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാളൊന്ന് അറിയാതെ ഒന്ന് കൈതട്ടിയാലോ മറ്റൊരാൾക്കൊരു അപകടം ഉണ്ടാവരുത്. രാമക്കൽമേട് നല്ല മനോഹരമായ സ്ഥലമാണ്. നല്ല കാറ്റുമുണ്ട്. പക്ഷേ ഇവിടെ സുരക്ഷിതത്വം കുറവാണ്. സാധാരണ ഇങ്ങനെ കാറ്റുമൊക്കെ ഉള്ള ഉയരമുള്ള ഭാഗങ്ങളിൽ ഈ ടൂറിസം വകുപ്പൊക്കെ ഒരു വേലി പോലെ കെട്ടും. കാരണം ഒരാൾ അബദ്ധത്തിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഈ ആൾക്കാർ ഒരാൾ മുകളിലോട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഒരാളല്ല പോകുന്നത്. ഇവിടെ ഒരു ക്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയൊന്നും ഇല്ലാത്തൊരു ഇതാണ്. ആൾക്കാരെല്ലാം ഒരുമിച്ച് കയറും, ഒരുമിച്ച് ഇറങ്ങും. ഒരാളങ്ങനെ ഒന്ന് കൈതട്ടിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോവാം. അതുകൊണ്ട് പോകുന്നവർ സ്വയമായിട്ട് സുരക്ഷിതത്വം എടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല മാരകമായ കൊക്കയാണ്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല. കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലവുമാണ്. നല്ല കാറ്റുമുണ്ട്. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ മനോഹരമായ സ്ഥലം തന്നെയാണിത്. നല്ല കാറ്റുമുണ്ട്. കണ്ണിനൊക്കെ നല്ല കുളിർമയാണ്. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി, കാഴ്ചകൾ കാണാൻ വേണ്ടി നല്ല രസമാണ് ഇവിടെ. ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ കൂട്ടം കൂടിയാണ് പാറയുടെ മണ്ടയിൽ നിൽക്കുന്നത്. ഒരു സേഫ്റ്റി ഇല്ല. ഒരാളുടെ കയ്യാണ തട്ടിക്കഴിഞ്ഞാൽ താഴെ കുഴിയിൽ പോകും. ഒരു രക്ഷയില്ല. 3600 അടി അങ്ങോട്ട് താഴ്ചയുണ്ട് ഈ കൊക്കയ്ക്ക്. താഴെ കാണുന്ന മനോഹരമായ കൊക്കയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നാണ് താഴെ പോയൊരു അവസ്ഥയല്ലേ ചോദിക്കും ഒരാൾക്ക്. ഇവിടെ ഒരു എന്തെങ്കിലും ഒരു സേഫ്റ്റി വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ പാറമുകളിൽ നിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എൻ്റെ കാലും കൈ സത്യത്തിൽ വിറയ്ക്കുമായിരുന്നു. പിന്നെ ഒരു രസത്തിനങ്ങ് ഷൂട്ട് ചെയ്തതാണ്.
ഇവിടെ കിട്ടെ അത് കുഴപ്പമില്ല അങ്ങോട്ട് പോകും. ഓക്കെ ഈ പാറയുടെ എതിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ കൂട്ടം കൂടിയിരിക്കുന്നത്. ഒരാഴങ്ങണത് കൈതെറ്റി തട്ടിക്കഴിഞ്ഞാൽ പോയി ഏർപ്പാട്. കണ്ട് കേബിട്ട് കാണാൻ അപ്പൊ കണ്ടവരെ ഇറങ്ങിക്കോ. ഓക്കെ അല്ലേ മൊത്തം ഇത് പാറപ്പുറത്തു നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? നല്ല കാഴ്ചയല്ലേ? ഭംഗിയുണ്ടോ? അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. പോകുന്നവർ പോയി കാണുക, നല്ല സ്ഥലമാണ്. താമസ സ്ഥലം അതും അതിൻ്റെ ചുറ്റും കൃഷി ചെയ്യുന്ന ചുറ്റും അത് കൃഷിയിടങ്ങളാണ്. ഇവിടെ ബോൾ പോലെ മരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് താഴെ. അത് നമ്മുടെ വലിയ വാളംപുളി മരങ്ങളില്ലേ, തമിഴ്നാട് റോഡുകളിലൊക്കെ കാണാൻ വാളംപുളി മരങ്ങൾ, അതാണ് ആ കാണുന്നത്. അതിനപ്പുറത്ത് ആ ചതുരത്തിൽ ഓരോ പച്ച കളർ കണ്ടില്ലേ, കടും പച്ച കളർ ആ കാണുന്നതല്ല തെങ്ങും തോപ്പുകളാണ്. അതിനിപ്പുറത്ത് ഇളം പച്ച കളർ കാണുന്നുണ്ടല്ലേ, അത് നമ്മുടെ പണ്ട് ഇത് കടലായിരുന്നു ഇതാണ് രാമകല്ല്. നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിൽ ആമപ്പാറ എന്നൊരു മറയുന്നുണ്ട്. അത് ഇവിടുന്ന് കാണാൻ കരുതി. സത്യമായി പോയി നമ്മൾ ഇവിടെ വന്ന ആമപ്പാറ ഗുഹയിൽ പോകണം. എല്ലാവരും ലൈറ്റുണ്ടല്ലോ. ആ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നോ? തിരിച്ചുള്ള ജീപ്പ് സവാരിയാണ്. ഇത് ഒരു റിസ്ക് യാത്ര തന്നെയാണ്, രാത്രിയിലായതുകൊണ്ട് തന്നെ. കാണാനുള്ളത് വന്നപ്പോൾ കാഴ്ചയില്ലല്ലോ. അണ്ടന്മാരുടെ അവസ്ഥ എന്തൊക്കെയോ കാണുമ്പോൾ പോകുന്നു, എന്തോ കാണുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോഴും അങ്ങോട്ട് കാണാൻ നമ്മൾ പോകുന്നില്ലേ? അവിടെ വീട്ടിൽ ആരെങ്കിലും നേരെ പാറയുണ്ടെന്ന് പറഞ്ഞ് പോകുമല്ലോ. നമ്മുടെ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. കറങ്ങിയ സമയത്ത് ശരിയാന്ന് പറഞ്ഞാൽ ഞാനാ എനിക്കറിയാൻ പോയിട്ട് കാര്യമില്ല. ഞാനാ വണ്ടി കിടന്നു മണിക്കൂർ സുഖമായിട്ട് പോകണം. ചോറിൻ്റെ ക്ഷീണമാണ് തല പുറത്തുണ്ട്. അതിന് നിൽക്കും എനിക്ക് പോയിട്ടില്ല. ആ സീറ്റ് നമ്മളെ പുറകോട്ടൊന്ന് വലിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ അച്ചാറായിരുന്നു. ഇവിടെ തന്നെ വലിയ കുഴപ്പമില്ല. അവിടെ വെയിറ്റ് വണ്ടിയിരിക്കണോ? വണ്ടിയിരിക്കും. എന്താണ് നന്നായി. ഇല്ല
രാത്രിയിലായിട്ടും സാഹസിക യാത്രയ്ക്ക് ഒരു കുറവുമില്ല. വേഗത ഇച്ചിരി കൂടുതലാണ് ജീപ്പിന്. പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു പരിപാടിയാണ് ജീപ്പ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ഈ വേഗത. യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു സ്ഥലമായിട്ട് മാറി ഈ രാമക്കൽമേട്. കാണാൻ പ്രകൃതി ഭംഗിയുണ്ട്. ആ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ആൾക്കാരെ ഇങ്ങനെ ഇട്ട് മാനസികമായിട്ടിട്ട് ബുദ്ധിമുട്ടിക്കും. അതൊക്കെ പെട്ടെന്ന് എത്തും. നിങ്ങൾക്ക് ഒരു സൈഡിൽ കണ്ട് ഇറങ്ങി അടുത്ത സൈഡിൽ ഇറങ്ങുന്നതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇറങ്ങട്ടാ വിഷയം അടുത്ത വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തെ കണ്ടൊരു മൂക്ക് പിടിക്കണം. ബോഡി കപ്പറേറ്റ് രാത്രി ആയിപ്പോയി. അമ്മപ്പാറ കാണാനുള്ളൊരു യാത്രയിലാണ്. സാധാരണ പകല് കണ്ടിട്ടുണ്ട്, പല യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഈ 2 പാറയുടെ ഇടുക്കിലൂടെ ഒരു സാഹസികമായിട്ടുള്ളൊരു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ പാറയാണ് ആമപ്പാറ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു സാഹസിക പാറയാണ്. പക്ഷെ ഇപ്പം ചെന്നത് നൈറ്റിലായിപ്പോയി. എനിക്ക് മുന്നേയുള്ള ചേച്ചിമാര് പാറയ്ക്കകത്തൂടെ നടക്കാനുള്ളൊരു പാറയുടെ ഇടുക്കിലൂടെ നടക്കാനുള്ളൊരു പരിപാടിയാണ്. പകലായിരുന്നു എങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റൊന്ന് കാണാമായിരുന്നു. കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസം കിട്ടിയാനെ. ഫുള്ളായിട്ട് കാണാൻ. രാത്രിയിലായോണ്ട് നമുക്ക് എന്താണെന്ന് ഒരു വ്യക്തതയില്ല. ഈ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ചെറിയൊരു വെട്ടത്തിന്റെ ഒരു മറുതേ ഉള്ളൂ. എന്തായാലും ചേച്ചിയോടെ മടിച്ച് നിൽക്കുവാണ്. കയറണോ വേണ്ടെന്നൊക്കെ അറിഞ്ഞ് എന്തായാലും അവര് കയറി പോകുന്നുണ്ട്. മുന്നേ പോയ ചേച്ചി ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പുറകിൽ ഞാനും കൂടെ പോകുന്നുണ്ട്. 2 പാറയുടെ ഇടുക്കിലൂടെ ഉള്ളൊരു യാത്രയാണ്. ഇതിന്റെ പാറയിലൂടെ പുറത്ത് വെളിയിൽ ഇറങ്ങാൻ പറ്റും. ഇടുങ്ങിയ ഏരിയ ആണ്. വണ്ണം ഉള്ളവർക്ക് ഇച്ചിരി പാടായിരിക്കും ഇതിലേക്കൂടെ നടന്ന് പോകാനായിട്ട്. ഇങ്ങോട്ട് അടിക്കല്ലേ. ഓ വീഡിയോ പിടിക്കണോ? ഞാനുണ്ടോ? ഞാനൊന്നും ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇറങ്ങിയ പാടാട്ടോ. അവിടെ നല്ല ഉയരത്തിലുള്ള 2 പാറകളാണ്. അതിൻ്റെ ഇടുക്കിലൂടെ അങ്ങ് പുറത്തിറങ്ങാൻ പറ്റും. അവിടുന്ന് പിന്നെ നിരങ്ങി വേണം ഇപ്പുറത്തിറങ്ങാനായിട്ട്. ആ വീഡിയോ കൂടെ കാണിക്കാം. കാണാനായിട്ട് വരുന്ന ആൾക്കാർ എപ്പോഴായാലും പകൽ സമയത്ത് വരണം. എങ്കിലേ ഇതിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യം നല്ലോണം കാണാൻ പറ്റത്തുള്ളൂ. ആൾക്കാര് പോകുന്നേ ദൂരോട്ടുള്ള ലൈറ്റ് വിഷനാണ്.
എല്ലാവരും ഇരുട്ടാണ്, പിന്നെ വെട്ടം കാണാൻ നല്ല രസമുണ്ട്, കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അടുത്തൊരു ചേച്ചിമാർ സാഹസികമായിട്ട് ഇവിടുന്ന് നിരങ്ങി ഇറങ്ങുന്നൊരു കാഴ്ചയാണ് ഇനി കാണാനുള്ളത്. കാരണം ഇവിടെ കുനിഞ്ഞ് നിരങ്ങി വേണം പോകാനായിട്ട്. ആ ഒരു ഇനി അടുത്ത ഇപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിലേക്ക് പോകുമ്പം നമ്മൾ നിരങ്ങി വേണം പോകാൻ. ഇവിടുന്ന് പാറയിൽ ഇരുന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. അന്നേരം അവിടെ മൊബൈൽ ഷൂട്ടിങ് പറ്റത്തില്ല. കാരണം മൊബൈൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നിരങ്ങി ഇറങ്ങുവാണെങ്കിൽ മൊബൈൽ കയ്യിൽ നിന്ന് അങ്ങ് പോകും. തെന്നിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റും. താഴെ കുഴിയുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി വേണം ഇറങ്ങി താഴോട്ട് ഇറങ്ങാനായിട്ട്. ഇതിലേ ഇറങ്ങി അങ്ങ് നമ്മൾ കയറിയ ഭാഗത്ത് ചെല്ലാൻ പറ്റും. ഒന്നാമത് ഇരുട്ടാണ്, സന്ധ്യ ആയതുകൊണ്ട് ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു പേടിയുണ്ട്. ഇവിടെ ഇരുന്ന് അതിനെ സൂക്ഷിച്ച് വേണം പോകാൻ. താഴെ കുഴിയാണ്, താഴെ പാറക്കെട്ട് താഴെ വീണ് കഴിഞ്ഞാൽ കാല് കൈയൊക്കെ ഒടിഞ്ഞു ഉറപ്പാണ്. സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. സാഹസികമാണ് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത്. അതിലെ നിരങ്ങി ഇറങ്ങി എന്തുവായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ ചെല്ലാനുള്ള പരിപാടിയാണ് ജീപ്പ് യാത്ര. ഇനിയും റിസ്ക്കാണ്. ഈ ജീപ്പുകാരൻ ഇനി എങ്ങനെ കൊണ്ടുപോകുന്ന അറിഞ്ഞുകൂടാ. രാത്രിയിലായിട്ട് ഇനി അമിത വേഗതയിലാണ് പോകുന്നതെന്ന് അതും അറിയത്തില്ല. എന്തായാലും ഇവിടെ വരുന്ന സഞ്ചാരികൾ പകല് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നേരത്തെ പാറയിൽ കയറുന്നതാണ് നല്ലത്. ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് നേരത്തെ വരുന്നതാണ് നല്ലത്. വരുമ്പോൾ ഈ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ അടുത്ത് പ്രത്യേകം പറയണം, സൂക്ഷിച്ച് കൊണ്ടുപോയാൽ മതി. നമുക്കൊരു ധൃതിയില്ല, നമ്മുടെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോയാൽ മതി എന്ന് മുന്നേ പറഞ്ഞിരിക്കണം. ഈ രാമക്കൽ വീട്ടിലോട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവിടെ വെച്ച് കണ്ടൊരു തേളാണ്, എന്നാലും അതിനെ കൂടെ ഷൂട്ട് ചെയ്തതാണ്. തിരിച്ചുള്ള ഈ നൈറ്റിലുള്ള യാത്രയും കൂടെ ഒന്ന് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. രാത്രി യാത്രയും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കാണുന്നവർ കാണാം. കടിച്ച സ്പോട്ടി മരിക്കത്തൊന്നുമില്ല. പിറ്റേ ദിവസം രാത്രി അതായത് ഇതിനെ കഴിച്ചു വരുന്ന ഒരെണ്ണം മാത്രമല്ല, രണ്ടെണ്ണം എന്റെ കൈ ഇന്ന് കമ്പിയായിരിക്കും. പിടിച്ചിരുന്നാണ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇവിടെയല്ല പുള്ളി ടൗണില്ല. ഇവിടെ ഒന്നും താമസിക്കാൻ ഇല്ല, ഇത് കുറെ മേളിലായിരുന്നു, ഇപ്പോഴാണ് താഴേക്ക് ഇറങ്ങി. മക്കളൊക്കെ സ്കൂളിൽ പോകാൻ സൗകര്യത്തിനൊക്കെ ആയിട്ട്. ഇവിടെ ഈ ഭൂമിക്ക് പട്ടയമുള്ളതോ? ആ, പട്ടയഭൂമിയാണ്. ഇത് മൊത്തം എത്ര ഏക്കർ കാണുമോ? ഇതിപ്പോ അനർത്തിന്റെ സ്ഥലമായത്. എന്ത് അനർട്ട് അതിനകത്ത് അവര് മൊത്തം സോളാർ ചാർജ് ചെയ്തു. ഈ നമ്മൾ പോയി പറയോ അത് DPPCയുടെ ടൂറിസ്റ്റ് വകുപ്പിൻ്റെ. എന്തായാലും രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇവർക്ക് റോഡ് വൃത്തിയായിക്കൂടെ? റോഡല്ലേ. ഈ അഡ്വഞ്ചറസ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഓഫ് റോഡ് ഒരു മൾട്ടി ബെനിഫിറ്റ് അല്ലയോ ഇതിന്? ഈ റോഡ് ഞങ്ങൾ മൾട്ടി ബെനിഫിറ്റ് അല്ലേ? കാരണം വർക്ക്ഷോപ്പ് പറഞ്ഞ വഴി യാത്രക്കാരൻ ആശുപത്രി പോയി പോകാൻ എല്ലാ വീട്ടിലും വരുമാനമാണ്. വണ്ടിയൊക്കെ നമ്മൾ ആഴ്ചയിലൊക്കെ വർഷത്തേക്കല്ലേ ഒക്കുള്ളൂ. ഇതെല്ലാം പോകത്തില്ല. ബുഷും ഹൈറ്റും അതൊക്കെ 1800. ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല. 3-4 മാസം ഉള്ളൂ. 3-10 ദിവസം പോവോ? ഇല്ല, മഴ സീസണിൽ മാത്രമേ ഉള്ളൂ. മഴയൊന്നുമില്ല. ഇല്ല, ഇപ്പോൾ വേറെ പണിക്ക് പോകും. വർക്കിംഗ് ഡേയ്സിലും കാണുന്നില്ല. അവധി ദിവസങ്ങളിൽ മഴയത്തൊന്നുമില്ല, വണ്ടി വരാൻ ഇല്ല. മഴയത്ത് അവിടെ അടച്ചിടും. ഈ മണ്ണ മഴ പശുപ്പാവും. പശമണ്ണ പെട്ടെന്ന് താഴെ എത്തി. ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. അതാണ് ഇതൊക്കെ വെട്ടി നമ്പർക്കാ. ഹലോ, ഞാൻ ഈ ജോർജ് ചേട്ടൻ്റെ അവിടെ. ആ, പടുതല്ല അഴിച്ച് ഇത് പൊക്കി വെക്കുന്നതാ. ഞാൻ വീട്ടിൽ പോയതാ. അന്നേരം ഇവിടെ വണ്ടി ഇല്ലെന്ന് പറയാൻ വിളിച്ചു. ഞാൻ തിരിച്ചു വന്നതാ. അല്ല, ഈ പടതൊക്കെ ഓപ്പണാക്കി വെച്ചിരുന്ന. ഇല്ല, പിന്നെ അത് പൊക്കി വെക്കാനുള്ള സമയം കിട്ടില്ല. നിങ്ങൾ